ഹായ് നമസ്കാരം. മാർക്കറ്റ് പൾസിൻ്റെ മറ്റൊരു പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ ഇന്ന് രാവിലെ ഒരു 7 മണിക്ക് ഡൊണാൾഡ് ട്രംപിൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ഇപ്പോൾ 8:30 മണിയായിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളിൽ പുള്ളിക്കാരൻ ട്രംപ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെജീം ചേഞ്ച് സംഭവിച്ചിട്ടില്ല, ബട്ട് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഭരണാധികാരി ഇപ്പോൾ വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, കുറച്ചുകൂടെ അമേരിക്കൻ ചിന്താഗതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരാൾ വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ അല്ലായിരുന്നു എങ്കിലും ആ സ്പീച്ചിനകത്ത് പുള്ളിക്കാരൻ അങ്ങനെ സംസാരിക്കുന്നതെന്നുള്ളതാണ്. അപ്പോൾ ട്രംപിന് ഈ വാർ എത്രയും പെട്ടെന്ന് തീർക്കണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ്. അതിന് റീസൺ എന്ന് പറയുന്നത് ഒരു 2 വർഷം കൂടുമ്പോൾ, 4 വർഷത്തെ കാലാവധിയിൽ 2 വർഷം ഇടക്കാല തെരഞ്ഞെടുപ്പ് പോലെ അല്ലെങ്കിൽ ഹിതപരിശോധന പോലെ ഒരു ഇലക്ഷൻ നടക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഇലക്ഷനകത്ത് വാർ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് അത്ര നല്ലൊരു പരിപാടിയായില്ല. ബിക്കോസ് അമേരിക്ക സ്റ്റാർട്ട് ചെയ്യുന്നൊരു വാറാണെങ്കിൽ കുഴപ്പമില്ല. ഇസ്രായേലിന് വേണ്ടിയിട്ട് അമേരിക്ക യുദ്ധം ചെയ്യുന്നു, ഇസ്രായേൽ വെറുതെ നിൽക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ കാരണം അമേരിക്കയിൽ അത് വലിയൊരു പ്രക്ഷോഭത്തിന് സംഭവം അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ട്. അപ്പോൾ മാർക്കറ്റിൽ ട്രൂപ്സിനെ 3 ആഴ്ചത്തേക്ക് എന്തായാലും തിരിച്ച് വിളിക്കുന്നില്ല. അവിടെ പോകുന്ന GCCയിലേക്ക് പോയ പട്ടാളക്കാരെ തിരിച്ച് വിളിക്കുന്നില്ല. പക്ഷേ ഉടനെ തന്നെ ഒരു അവസാനം വന്നേക്കും എന്ന് പറയുന്നുണ്ട്. അതൊരു പോസിറ്റീവായിട്ട് എടുത്തില്ല മാർക്കറ്റ്. US മാർക്കറ്റൊക്കെ അത്യാവശ്യം നല്ലൊരു പോസിറ്റീവിലായിരുന്നു. പിന്നീട് പതുക്കെ താഴേക്ക് വന്ന് അത് നെഗറ്റീവിൽ പോയില്ല, പോസിറ്റീവിൽ തന്നെ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ മാർക്കറ്റ് അങ്ങനെയല്ല. രാവിലെ ട്രംപിൻ്റെ വാർത്തയുണ്ട് എന്നുള്ളത് കാരണം 6-6:30 മണിക്ക് ഓപ്പൺ ചെയ്ത 6 മണിക്ക് ഓപ്പൺ ചെയ്ത ഗിഫ്റ്റ് നിഫ്റ്റി 23,000 ടച്ച് ചെയ്തിട്ട്, അപ്പോൾ നമ്മുടെ ചാർട്ട് ഗ്രൂപ്പിനകത്ത് തന്നെ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കണ്ട് തന്നെ നമുക്ക് പോവാം. ഒരു സെക്കൻഡ്. ഓക്കെ, ഇതായിരുന്നു ആ ചാർട്ട്. ഓക്കെ, ഇതിലിപ്പോൾ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ അറിയാം 22,960 അതായിരുന്നു അതിൻ്റെ റെസിസ്റ്റൻസ് ഏരിയ അല്ലേ. അവിടെ നിന്ന് ഇപ്പോൾ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കിവിടെ ചാർട്ട് കാണിക്കണമെങ്കിൽ ഓക്കെ ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഓൾമോസ്റ്റ് 22,320 വരെ പോയിട്ട് തിരിച്ച് വീണ്ടും വന്ന് 22,440 മേളിൽ കയറി. നമ്മൾ സ്ഥിരം പറയുന്നതാണല്ലേ 22,440, 22,800 എന്നിങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽസിനെ കുറിച്ച്. ആ 800ൻ്റെ മേളിലായിരുന്നു മാർക്കറ്റ് കംഫർട്ടബിളി നിന്നത്. പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് താഴേക്കാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഗിഫ്റ്റ് നിഫ്റ്റി നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം എന്ന് നിർബന്ധമില്ല. പക്ഷേ അതൊരു ചെറിയൊരു ഇൻഡിക്കേഷനാണ്. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുക എന്നുള്ളത്. നമ്മുടെ ചാർട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതായിരുന്നു നിഫ്റ്റിയുടെ ചാർട്ട്. ഇന്നലെ ഓപ്പൺ ചെയ്തു. അതിഭീകരമായിട്ടുള്ള വോൾട്ടൈലിറ്റി ആയിരുന്നു. മാർക്കറ്റ് കയറുന്ന ഒരു ഡയറക്ഷൻ. മാർക്കറ്റ് ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിന് ശേഷം മാർക്കറ്റ് തിരിച്ച് വീണ്ടും താഴേക്ക് വന്ന് തിരിച്ച് കയറുന്ന സിറ്റുവേഷനിൽ യൂഷ്വലി ഞാൻ ചെയ്യുന്നതല്ല, എൻ്റെ കയ്യിലൊരു പൊസിഷൻ ഉണ്ടായിരുന്നു വൈൽ ഡ്രൈവിങ്. ആക്ച്വലി ഇതിനുള്ളിൽ ഒരു പൊസിഷൻ ഞാൻ പ്രോഫിറ്റ് എടുത്ത് ഒഴിവായി. പിന്നീട് ഒരു പൊസിഷൻ കയ്യിലിരിപ്പുണ്ടായിരുന്നു. ആ പൊസിഷൻ ആക്ച്വലി താഴേക്ക് പോയി. ഡ്രൈവിൻ്റെ ഇടയിൽ ശ്രദ്ധിച്ചില്ല. പിന്നെ അതിന് ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങി. പിന്നെ വീണ്ടും ഒരു ട്രേഡ് എടുത്ത് അതിനെ മാനേജ് ചെയ്യാനേ പറ്റുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഇത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സിൽ ഏറ്റവും മിസ്റ്റേക്ക് ഉണ്ടാക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഒരു പൊസിഷൻ എടുത്തിട്ട് കറക്റ്റായിട്ട് ആ ട്രേഡിംഗ് സെറ്റപ്പിൻ്റെ കൂടെ ഇരിക്കാണ്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുമ്പോൾ നമുക്കതിൻ്റെ SL ഹിറ്റ് ചെയ്യുന്ന ചിലപ്പോൾ നമ്മൾ മൂവ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ ഇപ്പോൾ 5G നെറ്റ്വർക്കിൽ നിന്ന് 4Gയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഡേറ്റാസ് ലാഗായി വന്നേക്കാം. അപ്പോൾ SL ഹിറ്റ് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ഹിറ്റ് ചെയ്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അത് ഓൺ ബോർഡിൽ SL കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. അപ്പോൾ SL താഴേക്ക് പോകാനുള്ള സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ഇച്ചിരി വൈഡ് SL കീപ്പ് ചെയ്തപ്പോൾ അത് ലോസ് വന്നു. അതിന് പ്രോഫിറ്റിന് അടുത്ത ട്രേഡ് എടുത്ത് അതിനെ മാനേജ് ചെയ്തു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് കംപ്ലീറ്റ്ലി കൊണ്ടുപോകാൻ പറ്റിയില്ല, ബിക്കോസ് പുറത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ പറഞ്ഞു തന്നത് നമ്മൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നല്ല പ്രോഫിറ്റ് എടുത്ത് നിൽക്കുന്നത് നമുക്ക് എവിടെ നമ്മൾ ലോസ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഇടയിൽ നമ്മൾ നിൽക്കുമ്പോൾ കയ്യിൽ പൊസിഷൻ കീപ്പ് ചെയ്യുക എന്നുള്ളത് നല്ലൊരു ഇതല്ല. അപ്പോൾ അപ്പോൾ ലോസ് ഉണ്ടാകുമ്പോൾ ഇതും ഒരു റീസണാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ യൂസ് ചെയ്തു എന്നുള്ളത് മാത്രമാണ്. ഓക്കെ, പിന്നെ വേറെ
ഇന്നത്തെ മാർക്കറ്റ് അനാലിസിസ് നോക്കിയാൽ മാർക്കറ്റ് ആക്ച്വലി ലോവർ സൈഡിൽ ഓപ്പൺ ചെയ്യാനുള്ള നല്ല സാധ്യതയുണ്ട്. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇതിന് താഴേക്ക് പോകുമ്പോൾ ഭയങ്കര വീക്കായിരുന്നു മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്യാൻ സാധ്യത വീണ്ടും ഈ ഒരു ഏരിയാസിലാണ്. അത് വളരെ വീക്കാണ്. മാർക്കറ്റ് വീണ്ടും ലോവർ സൈഡിലേക്ക് പോകുന്നു. അപ്പോൾ ഗ്രൂപ്പിനകത്ത് 5-6 ലോങ് ടേം സ്റ്റോക്സിനെ പറഞ്ഞെങ്കിലും 22,800 മേളിൽ സോളിഡ് ആയിട്ടുള്ളൊരു ക്ലോസിങ് കിട്ടട്ടെ എന്ന് പറഞ്ഞതിൻ്റെ റീസൺ മാർക്കറ്റ് ഇന്നലെ ക്ലോസിങ് കിട്ടിയില്ല. അത് കാരണം ഒറ്റ സ്റ്റോക്കേ എടുത്തിട്ടുള്ളൂ. അത് പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതും പകുതി ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് 4 സ്റ്റോക്ക് അവിടെ റഡാറിൽ നിന്നിട്ടും ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുദ്ധം തീർന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് കാരണം ഇതിനകത്ത് പകുതി എടുത്തിരിക്കുമ്പോൾ നമ്മുടെ എക്സ്പോഷർ എന്നാണ്, നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ 12.5 മാത്രമേ നമ്മൾ ഡിപ്ലോയ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വലിയൊരു ഈ ഒരു വാർ ഫിയർ നിൽക്കുമ്പോഴും നമുക്ക് എന്ത് എസ് എൽ വന്നാലും ഈ 12.5-ൻ്റെ 5% ഓർ 7% ആയിരിക്കും നമുക്ക് എസ് എൽ കീപ്പ് ചെയ്യുക എന്നുള്ളത് നമുക്ക് വളരെ കുഞ്ഞ് എസ് എൽ ആണ് എന്നുള്ളതാണ്. സോ ഈ ഒരു ലോജിക്ക് പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഇത് ഈ ഒരു കാര്യങ്ങൾ കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നത്. അപ്പോൾ ഇന്നത്തെ ട്രേഡിംഗ് അനാലിസിസ് നോക്കിയാൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ സാധ്യത ഈ ഒരു ലെവലിലാണ്. 22,440 റേഞ്ചിലാണ് ഓപ്പൺ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ടാണ്. എന്നാൽ ആ ഒരു വീക്ക്നെസ്, ആ ഒരു പേടി വീണ്ടും മാർക്കറ്റിൽ തന്നെ നിന്നേക്കാം. അപ്പോൾ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ വീണ്ടും ഈ കഴിഞ്ഞ സ്വിംഗ് ലോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്വിംഗ് ലോ 22,980 ആണ്. ആ 980 ചിലപ്പോൾ റീടെസ്റ്റ് ചെയ്തേക്കാം. അപ്പോൾ മാർക്കറ്റിൽ കൃത്യമായിട്ടുള്ളൊരു ട്രേഡ് സിറ്റുവേഷൻ ഇപ്പോൾ ഇല്ല. മാർക്കറ്റ് പോസിറ്റീവായിട്ട് നിൽക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നത് രാവിലെ ഒരു 6:30 മണി തൊട്ട് പെട്ടെന്ന് ഒരു ട്വിസ്റ്റ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ട്വിസ്റ്റിന് ശേഷം മാർക്കറ്റ് വീണ്ടും താഴേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു വോളറ്റൈലിറ്റി ഇന്നലെയും ഗ്രൂപ്പിനകത്ത് സി എടുക്കട്ടെ പി എടുക്കട്ടെ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന അരമണിക്കൂറിന് മുമ്പ് ചോദിച്ചിരുന്നു. അത് സി ആണോ പി ആണോ എന്ന് എനിക്ക് ഇപ്പോൾ ഓർമ്മയില്ല. ബട്ട് ഏതൊരു ഡയറക്ഷനിലാണെങ്കിലും ട്രേഡ് എടുക്കേണ്ട എന്ന് പറഞ്ഞതിൻ്റെ റീസൺ ഇത് തന്നെയാണ്. മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് ഡയറക്ഷൻ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഡയറക്ഷൻ ഗുഡായിട്ട് ഫീൽ ചെയ്തിരിക്കും. പക്ഷേ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നത് നെഗറ്റീവ് ഡയറക്ഷൻ, അതും വളരെ വലിയൊരു ഗ്യാപ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്യാപിറ്റലിൽ ഒറ്റ അടിക്കുന്ന എക്സ്പയറിയാണ്. അപ്പോൾ സെൻസെക്സിൻ്റെ ഒറ്റയടിക്ക് പ്രീമിയം കൊറോഡായിട്ട് നമ്മൾ ട്രാപ്പായി പോകാനുള്ള സാധ്യതയുണ്ട്. സോ ഇതാണ് ഇന്നത്തെ അനാലിസിസ്. മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന ഈ ഒരു ഏരിയയ്ക്ക് സാധ്യത ഇപ്പോൾ കാണിക്കുന്നുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി കാണിക്കുന്നതും 22,473 ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 473 എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഈ ഒരു ലൈനിൻ്റെ തൊട്ടടുത്താണ്, വീക്ക് തന്നെയാണ്. സോ മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവൽ എന്ന് പറയുന്നത് 22,000, 22,100, 22,140, 22,350, 22,440, 22,520, 22,600, 720, 800 എന്നിങ്ങനെ ലെവൽസ് മാർക്ക് ചെയ്ത് വയ്ക്കുക. 880 ആൻഡ് 960 ആണ് ഫൈനൽ ഏരിയ എന്ന് പറയുന്നത്. ഞാൻ ഗ്രൂപ്പിനകത്ത് ഓൾറെഡി ഇന്നലെ തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ലെവൽസാണ്. സോ ഈ ഒരു ലെവലിനനുസരിച്ച് മാർക്കറ്റ് എവിടെ ഓപ്പൺ ചെയ്യുന്നു, ആദ്യത്തെ 15 മിനിറ്റിൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് നോക്കിയിട്ട് ശ്രദ്ധിച്ച് ട്രേഡ് ചെയ്യുക. കൃത്യമായിട്ട് നിങ്ങൾ മാർക്കറ്റിന് സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവുക. ഇന്നലെ സിസ്റ്റത്തിൻ്റെ ഫ്രണ്ടിൽ ഇല്ലാത്ത കാരണം എൻ്റെ ക്വാണ്ടിറ്റി കുറവായിരുന്നു. സോ അത് കാരണം എനിക്ക് പ്രോഫിറ്റ് ആണെങ്കിൽ ലോസ് ആണെങ്കിൽ തീരെ ചെറിയൊരു പ്രോഫിറ്റും ലോസും ആയിരിക്കും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. സോ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു ശ്രദ്ധ നമുക്ക് ചെറുതായിട്ട് കുറയുമ്പോൾ അത് നമ്മുടെ P&L ടച്ച് ചെയ്ത് തുടങ്ങും. അപ്പോൾ ആ ടച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ അതിൽ നിന്ന് മാറി ചിന്തിക്കുക എന്നുള്ളതാണ് അതിനകത്ത് നിന്നുള്ള ഒരു ടേക്ക് അവേ. സോ ഇത്രയേ ഉള്ളൂ. ട്രേഡ് സേഫ്, ടേക്ക് കെയർ, ബൈ.